റിന്യൂ ചെയ്യാം. റിന്യൂ പറഞ്ഞാൽ എന്താ, പൈസ അടക്കാൻ പൈസ ഇല്ല ആരുടെ ഡ്രോയുടെ കയ്യിൽ. അപ്പോൾ അയാൾ ആരെ വിളിക്കുകയാണ്? ഡ്രോവറിനാണ്. അത് പറയണം, പ്ലീസ് എനിക്കൊന്ന് റിന്യൂ ചെയ്ത് തരുമെന്ന്. ഓക്കെ അല്ലേ? അപ്പോൾ കുറച്ചും കൂടി കൊടുക്കുക. അപ്പോൾ ഓൾഡ് ബില്ല് എന്ത് ചെയ്യണം? ക്യാൻസൽ ചെയ്യണം. ചിലപ്പോൾ കുറച്ച് പാർഷ്യൽ പേയ്മെൻറ്റ് കുറച്ച് ചിലപ്പോൾ അടക്കും ഉണ്ടെങ്കിൽ അത്. പിന്നെ പുതിയ പീരീഡിലേക്കുള്ള ഇൻട്രസ്റ്റ് എന്ത് ചെയ്യണം? കൺസിഡർ ചെയ്തിട്ട് പുതിയൊരു ബില്ല് വീണ്ടും എന്ത് ചെയ്യണം? കൊണ്ടുവരണം. അങ്ങനെയാണ് അടക്കാനുള്ളത് എന്നല്ല. ഇപ്പോൾ 3 മാസത്തെ ഇതാണ്. 2 മാസം കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് മനസ്സിലായി പൈസ ഒന്നുമില്ല, പറ്റില്ല, അടുത്തൊരു മാസം കൊണ്ട് എനിക്ക് അറേഞ്ച് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇതിനെന്ത് ചെയ്യുക? ചിലപ്പോൾ കുറച്ച് എമൗണ്ട് കുറച്ചിട്ട് ബാക്കിയുള്ള എമൗണ്ടിന് അതിന് മാത്രമായിട്ട് ബില്ല് എന്ത് ചെയ്യില്ല, അയാൾ ഡ്രോ ചെയ്യില്ലല്ലോ. അയാൾക്ക് വീണ്ടും 2 മാസം ആവുകയാണെങ്കിൽ ആ 2 മാസത്തിന് ഒരു എമൗണ്ട് അയാൾ എന്തും കൂടെ ചാർജ് ചെയ്യും, ഇൻട്രസ്റ്റും കൂടെ ചാർജ് ചെയ്തിട്ടാവും ഉണ്ടാവുക. റിന്യൂവലിനെ കുറിച്ച് ഇപ്പോൾ തിയറി നമുക്കൊന്ന് വായിച്ചു നോക്കാം. എന്താണ് റിന്യൂവൽ? പറയും. ദ ഡ്രോവി ഓഫ് എ ബിൽ ആഫ്റ്റർ അക്സെപ്റ്റിംഗ് ഇറ്റ് മേ ഫീൽ ദാറ്റ് ഹി മേ നോട്ട് ബി ഏബിൾ ടു പേ ദ ബിൽ ഓൺ മെച്യൂരിറ്റി ഡേറ്റ്. മെച്യൂരിറ്റി ഡേറ്റിൽ അയാൾക്ക് കൊടുക്കാൻ പറ്റില്ലെന്ന് അയാൾ എന്ത് ചെയ്യും? ഫീൽ ചെയ്താൽ. ഇൻ സച്ച് എ സിറ്റുവേഷൻ ഹി മേ നോട്ട് വെയിറ്റ് ഫോർ ദ ഡ്യൂ ഡേറ്റ് വരെ വെയിറ്റ് ചെയ്യണ്ട. ചിലപ്പോൾ ഡ്യൂ ഡേറ്റിന് 2 ദിവസം മുന്നേ ആവാം. ബിഫോർ ദാറ്റ് ഹി ഹാസ് ആൻ ഓപ്ഷൻ ടു ക്യാൻസൽ ദ ഓൾഡ് ബില്ല്. ക്യാൻസൽ ചെയ്തിട്ട് ഓൾഡ് ബില്ല് ക്യാൻസൽ ചെയ്യുക പറയുമ്പോൾ എന്താ? ഡിസോണർ ആവുന്ന അതേ എൻട്രി, ഡിസോണർ ആവുന്ന അതേ എൻട്രി, അതാണിത് ഓൾഡ് ബില്ല് ക്യാൻസൽ ആവുക. ആൻഡ് ഡ്രോ, ഡിസോണറായ അങ്ങനെയല്ല, എന്തോരും നോട്ടിങ് ചാർജ് വരും, ഇതില്ല. ആൻഡ് ഡ്രോ എ ഫ്രഷ് ബിൽ ഫോർ ദ ഫ്യൂച്ചർ പീരീഡ്. ദിസ് പ്രോസസ് എക്സ്റ്റെൻഡ് ദ ഡ്യൂ ഡേറ്റ് ഓഫ് ബിൽ ഈസ് കോൾഡ് റിന്യൂവൽ ഓഫ് ബിൽ. അങ്ങനെ ഡ്യൂ ഡേറ്റ് 2 മാസമുള്ളത് വീണ്ടും എന്ത് ചെയ്യണം? 2-3 മാസത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്താൽ അതിനെ പറയുന്നതാണ് റിന്യൂവൽ ഓഫ് ബിൽ. വാല്യൂ ഓഫ് ന്യൂ ബിൽ എന്ന് പറഞ്ഞാൽ എന്താ? വാല്യൂ ഓഫ് ഓൾഡ് ബില്ല്. ഫോർ എക്സാമ്പിൾ, ഓൾഡ് ബില്ല് 2000 ആയിരുന്നു. അതിൻ്റെ കൂടെ ഇത് ശരിക്കും ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യേണ്ടത്, മൈനസ് പാർട്ട് പേയ്മെൻറ്റ് ഒരു 1000 റുപ്യ കൊടുത്തു, ബാക്കി എത്ര ഉണ്ട്? ഇനി 1000 അല്ലേ? അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം? അതിൻ്റെ ഒരു ഇൻട്രസ്റ്റ് ചിലപ്പോൾ ഒരു 100 രൂപയും കൂടി ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ എത്രയാണ്? 1100 പുതിയ ബില്ലിൻ്റെ വാല്യൂ. റിപ്പീറ്റ് ചെയ്യണം. ഓക്കെ, 2000 നിന്ന് പാർട്ട് പേയ്മെൻറ്റ് 1000 കുറച്ച് ബാക്കി എത്ര ഉണ്ട്? 1000 ഉണ്ട്. ഇനി പ്ലസ് ഇൻട്രസ്റ്റും കൂടെ പുതിയ ബില്ലിൻ്റെ എമൗണ്ട് എത്ര ആവും? 1100. അപ്പോൾ വാല്യൂ ഓഫ് ന്യൂ ബില്ല് ഒരു ഇക്വേഷൻ പോലെ പഠിക്കേണ്ട. വാല്യൂ ഓഫ് ഓൾഡ് ബില്ല് പ്ലസ് ഇൻട്രസ്റ്റ് മൈനസ് പാർട്ട് പേയ്മെൻറ്റ് ഇഫ് എനി. പാർട്ട് പേയ്മെൻറ്റ് ഇഫ് എനിയാണ്. ചിലപ്പോൾ 1000 റുപ്യ ഒന്നും കൊടുത്തിട്ടില്ല, അപ്പോൾ 2000 ഓൾഡ് ബില്ല്, അതിൻ്റെ പ്ലസ് ഇൻട്രസ്റ്റും കൂടെ എത്ര വരും? മേ ബി 2200 2400 ഒക്കെ വരുമായിരിക്കാം. ഇതിന് കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. എന്തൊക്കെ സ്റ്റെപ്സുകൾ? ഫസ്റ്റ് എന്താ? ക്യാൻസൽ ദ ഒറിജിനൽ ബില്ല്. അഥവാ ഡിസോണറായ അതേ എൻട്രി എഴുതാം. മൈൻഡിലുണ്ടാവട്ടെ കേട്ടോ, ചോദിക്കും. ഏതാ? ക്യാൻസൽ ദ ഒറിജിനൽ ബില്ല്. ദ എൻട്രി ഈക്വൽ ടു ഏതാണ്? ഡിസോണർ എൻട്രി. റെക്കോർഡ് ഇൻട്രസ്റ്റ് ഫോർ ദ ന്യൂ പീരീഡ്. പുതിയ പീരീഡിലേക്കുള്ള ഇൻട്രസ്റ്റ് എന്ത് ചെയ്യുക? റെക്കോർഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എൻട്രികൾ ഇങ്ങനെ പറഞ്ഞു നോക്കാം. ക്യാൻസൽ ദ ഒറിജിനൽ ബില്ല്. അപ്പോൾ ഡ്രോവർ എൻട്രി പറയാം. ഓക്കെ, ഡ്രോയുടെ അവിടെ നിൽക്കട്ടെ. ആര് എൻട്രി പറഞ്ഞാൽ മതി? ഡ്രോവറുടെ എൻട്രി എന്താ വരിക? ഡ്രോവറുടെ ഡ്രോവി അക്കൗണ്ട് അപ് ടു ബിൽസ് റിസീവബിൾ. ഇതാണ് 1ാമത്തെ സ്റ്റെപ്പ്. 2, ഇൻട്രസ്റ്റ് ഫോർ ന്യൂ പീരീഡ് എന്ന് പറയുമ്പോൾ ഡ്രോവറെ സംബന്ധിച്ചിടത്തോളം ഇൻട്രസ്റ്റ് ഒരു ഇൻകം ആണോ എക്സ്പെൻസ് ആണോ? ഇൻകം. ഡ്രോവർക്ക് അതൊരു ഇൻകം അല്ലേ? അപ്പോൾ 2 എന്തെഴുതും? ഇൻട്രസ്റ്റ്. ആ എമൗണ്ട് ആര് തരണം? ഡ്രോവി. അപ്പോൾ എൻട്രി എന്താ? ഡ്രോവി അക്കൗണ്ട് അപ് ടു ഇൻട്രസ്റ്റ്. പാർഷ്യൽ പേയ്മെൻറ്റ് റിസീവ്ഡ് ഓർ മെയ്ഡ്. റിസീവ്ഡ് ആരെ പെർസ്പെക്റ്റീവിലാണ്? ഡ്രോവറെ. ഡ്രോവിക്ക് അതെന്താണ്? പെയ്ഡ്. അപ്പോൾ ഡ്രോവർക്ക് പൈസ കിട്ടും. എൻട്രി ക്യാഷ് അക്കൗണ്ട് അപ് ടു ഡ്രോവി. ബില്ല് ഓൾറെഡി ക്യാൻസൽ ചെയ്തില്ലേ? അല്ല, അതിന് ശേഷം. ഇനിയിപ്പോൾ മുന്നേ ആണെങ്കിൽ എന്ത് ചെയ്യുക? ക്യാഷ് അക്കൗണ്ട് അപ് ടു ബിൽസ് റിസീവബിൾ. അപ്പോൾ അമ്പലം വെള്ളം ഒപ്പം. അപ്പോൾ നമ്മൾ ഈ സ്റ്റെപ്പ് ഫോളോ ചെയ്യുന്നത്രേ ഉള്ളൂ. ഓക്കെ, ന്യൂ ബില്ല് ഡ്രോ ചെയ്യുക. എന്താ? ബിൽസ് റിസീവബിൾ അക്കൗണ്ട് അപ് ടു ഡ്രോയി. ഓക്കെ അല്ലേ? പഠിച്ചില്ലേ? ഓക്കെ. റിന്യൂവൽ ഓഫ് ബിൽ, റിട്ടേൺ ദ ബിൽ. ഓക്കെ, അത് 3 തരത്തിലുള്ള ബില്ല് റിന്യൂ ചെയ്യാം. നമ്മുടെ കൈവശം റീറ്റെയിൻ ചെയ്യുക പറഞ്ഞാൽ ഹോൾഡ് ചെയ്യുക. ഹോൾഡ് ചെയ്ത ബില്ല് റിന്യൂ ചെയ്യാം, ഡിസ്കൗണ്ട് ചെയ്ത ബില്ല് റിന്യൂ ചെയ്യാം, അല്ലെങ്കിൽ എന്താവാം? എൻഡോസ് ചെയ്ത ബില്ല് റിന്യൂ ചെയ്യാം. അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് നമുക്കൊന്നുകൂടെ പറയാം. ഇൻ ദി ബുക്സ് ഓഫ് ഡ്രോവർ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ പറഞ്ഞു? ക്യാൻസൽ ദ ഒറിജിനൽ ബില്ല്. പറയും ഡ്രോവി അക്കൗണ്ട് അപ് ടു ബിൽസ് റിസീവബിൾ.
ഇൻട്രസ്റ്റ് പുതിയ പീരീഡ് എൻട്രി എന്താ ഡ്രോവി അക്കൗണ്ട് ടു ഇൻട്രസ്റ്റ്. പാർഷ്യൽ പേയ്മെൻറ്റ് റിസീവ് ക്യാഷ് അക്കൗണ്ട് ടു ഡ്രോവി. അപ്പോൾ ഒരു പണി തന്തി, ഇതാണ് ഇതിൻ്റെ പാറ്റേൺ. ആദ്യം ബില്ല് എന്ത് ചെയ്യുക, ക്യാൻസൽ ചെയ്യുക, എന്നിട്ട് എമൗണ്ട് തന്നാൽ മതി കേട്ടോ. ഓക്കെ അല്ലേ? അല്ല, അതിന് വേറൊരു പ്രശ്നമുണ്ട്. ബില്ല് തരുമ്പോൾ ബില്ലിൻ്റെ കുറച്ച് എമൗണ്ടായിട്ട് തരുന്ന പരിപാടിയില്ല. ആ ബില്ല് ക്യാൻസൽ ചെയ്യണേ അതിൻ്റെ ഫുൾ എമൗണ്ട് തരണം, അങ്ങനെ പോയിൻ്റ് ഉണ്ട്. അപ്പോൾ ഒരു റെലവൻസ് ഇല്ല, മനസ്സിലായില്ല? 20,000 രൂപയുടെ 1,000 രൂപ എന്നൊരു കാര്യമില്ല, അത് ക്യാൻസൽ ചെയ്യാൻ കഴിയില്ല. ദെൻ അടുത്തേതാണ് ന്യൂ ബില്ലിൻ്റെ സാധാ എൻട്രി. ഏതാ? ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ടു ഡ്രോ. പഠിച്ചില്ല എല്ലാവരും? ഉറപ്പല്ലേ? ഒന്നുകൂടെ പറഞ്ഞു. ക്യാൻസൽ ദ ഒറിജിനൽ ബില്ല്, ഡ്രോവി അക്കൗണ്ട് ടു ബിൽസ് റിസീവബിൾ, റെക്കോർഡിങ് ഇൻട്രസ്റ്റ് ഫോർ ഡ്രോവി അക്കൗണ്ട് ടു ഇൻട്രസ്റ്റ്. ഇതേ ഇൻട്രസ്റ്റ് ഒരു എക്സ്പെൻസ് ആണ് ആർക്ക്? ഡ്രോവിക്ക്. ഇൻ ദി ബുക്സ് ഓഫ് ഡ്രോവിയിൽ ഇൻട്രസ്റ്റിന് എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. ഡ്രോവർ എന്ത് ചെയ്യേണ്ടി വരും? ക്രെഡിറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ പാർഷ്യൽ പേയ്മെൻറ്റ് റിസീവ് ചെയ്താൽ ക്യാഷ് അക്കൗണ്ട് ടു ഡ്രോവി, പുതിയ ബില്ല് ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ടു ഡ്രോവി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആരുടെ പോയി? ഇൻ ദി ബുക്സ് ഓഫ് ഡ്രോവിയുടെ പോവാം. ഇതേ തന്നെയാണ്. ബില്ല് ക്യാൻസൽ ചെയ്യുക, ഡിസോണർ ആവുന്ന എൻട്രി എന്താ? ബിൽസ് പേബിൾ അക്കൗണ്ട് ടു ഡ്രോവർ. ഓക്കെ. ദെൻ അടുത്തതാണ് ഇൻട്രസ്റ്റ് റെക്കോർഡ് ചെയ്യുക, ഇൻട്രസ്റ്റ് എക്സ്പെൻസ്. അപ്പോൾ ഇൻട്രസ്റ്റ് അക്കൗണ്ട് ടു ഡ്രോവർ. ഓക്കെ അല്ലേ? സിമ്പിൾ. പിന്നെ പാർഷ്യൽ പേയ്മെൻറ്റ് അങ്ങോട്ട് കൊടുക്കുക, ഡ്രോവർ അക്കൗണ്ട് ടു ക്യാഷ്. അടുത്തേതാണ് ഡ്രോവർ അക്കൗണ്ട് ടു ബിൽസ് പേബിൾ, പുതിയ. ഓക്കെ. ന്യൂ പുതിയ ബില്ല് ഡ്രോ ചെയ്യുക. പുതിയ ബില്ലിൻ്റെ എമൗണ്ട് എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ കണ്ട് വാല്യൂ ഓഫ് ന്യൂ ബില്ല് ഈസ് ഈക്വൽ ടു ഓൾഡ് ബില്ല് മൈനസ് പാർഷ്യൽ പേയ്മെൻറ്റ് പ്ലസ് ഏതാ? ഇൻട്രസ്റ്റ്. ഓക്കെ. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്താലോ? ശ്രദ്ധിച്ചിരിക്കുമോ ക്വസ്റ്റ്യൻ? ഇത് ഞാൻ അവിടെ പോയാൽ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റണം, അത്രയും ഫോക്കസ് ചെയ്യാം. അൻഷാദാണ് ആർക്ക് സോൾവ് ചെയ്യുന്നത്? സെയില ഓൺ ക്രെഡിറ്റ്. അപ്പോൾ എൻട്രി നമുക്ക് എൻട്രി എടുത്തിടാം. അൻഷാദ് സെയിലേക്ക് എമൗണ്ട് ഓഫ് ബില്ല് 5,000. ഫുള്ള് വായിക്കാം അല്ലേ? പിന്നെ അൻഷാദ് എന്ത് ചെയ്യുന്നുണ്ട്? അല്ല, ബിഫോർ ഡ്യൂ ഡേറ്റിൽ സെയിൽ എന്ത് ചെയ്യുന്നുണ്ട്? സജ്ജിലാണ് കേട്ടോ, അത് തെറ്റിപ്പോയതാ. ജയാണ്, സജ്ജില. ഓക്കെ. അൻഷ അതുപോലെ ഏതാണ്? സജ്ജില. ഇത് ഈ ബുക്ക് ഞാൻ എഴുതുന്ന സമയത്ത് 2019 ഐഡിയലിൽ എന്ത് ചെയ്യുന്നുണ്ട്? 2 കുട്ടികളുണ്ടായിരുന്നു. അവരുടെ പേരാണെന്ത്? കട്ട ഫ്രണ്ട്സ് അവർ, അൻഷിയും പിന്നെ സജ്ജില. അപ്പം ഞാൻ അങ്ങനെ ആലോചിക്കുക, സെയില പറഞ്ഞിട്ടൊരു പേരെങ്ങനെ വന്നെന്നുള്ള. ഓക്കെ അല്ലേ? കുട്ടപ്പനെ ഞാൻ പഠിപ്പിച്ചില്ല, അത് ബുക്കിലുണ്ടാവില്ലല്ലോ, പറയാൻ പറ്റുന്നുണ്ടാവുള്ളൂ. അൻഷിയും പിന്നെ അതാ സജ്ജിലാണ്. ഓക്കെ. യാ. അപ്പോൾ അൻഷ പിന്നെ എന്ത് ചെയ്യാണ്? 2,500 രൂപ പാർട്ട് പേയ്മെൻറ്റ് എന്ത് ചെയ്ത്? അക്സെപ്റ്റ് ചെയ്തു. അഥവാ സജ്ജില പറഞ്ഞു എന്ത്? ഒരു 2,500 എൻ്റെ അടുത്തുണ്ട്, അത് തരാം. ഓക്കെ. ബാക്കി ഇനി എത്ര ഉണ്ട്? 2,500 അല്ലേ? 5,000 അല്ലേ? അതിന് ന്യൂ ബില്ല് 3 മാസത്തേക്ക് കണ്ടു. അപ്പോൾ ഒന്ന് പറഞ്ഞ് 2,500 12% 3/12 എത്ര വരും? 2,500 ഇൻറ്റു 12% ഇൻറ്റു 3/12. 2,500 ഇൻറ്റു 12% ഇൻറ്റു 3/12. ഗ്രേറ്റ്. ഇതെല്ലാം പറഞ്ഞേ ഉള്ളിയാട്ടായി. അപ്പോൾ ഞാൻ മെയിൻ സാധനങ്ങളൊക്കെ ഇവിടെ എഴുതി വെക്കുന്നുണ്ട്. അപ്പോൾ ന്യൂ ബില്ല് ഡ്രോ ചെയ്തിട്ട് അക്സെപ്റ്റഡ്. ഇത് ന്യൂ ബില്ല് ഹോണർ ചെയ്തിട്ടുണ്ട്. ന്യൂ ബില്ല് പിന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? ഹോൺ ചെയ്ത്. അപ്പോൾ കുറേ കാര്യങ്ങൾ പറയാനുണ്ടല്ലേ. ആദ്യം നമ്മൾ സാധാരണ ഇതിൽ ആ സ്റ്റെപ്പൊക്കെ തന്നെ എഴുതിയിട്ടുണ്ട്, കണ്ട. ആദ്യം എന്ത് ചെയ്യുക? ഫാക്ടേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്ത് ക്വസ്റ്റ്യൻ മനസ്സിലാക്കി. പിന്നെ ജേണൽ എൻട്രി, എങ്ങനെ ഓർഡർ സെയിൽ ചെയ്യുക, അക്സെപ്റ്റ് ചെയ്യുക, ഫോളോ സ്റ്റെപ്പ് 1 to 4 എബോ. മനസ്സിലായില്ലേ? അത് റിന്യൂവൽ വരുമ്പോഴുള്ള 4 സ്റ്റെപ്പില്ലേ, അത് ഫോളോ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇൻ ദി ബുക്സ് ഓഫ് ഡ്രോവർ എടുക്കുക. എല്ലാ ഡാറ്റ ഇവിടെ ഉണ്ട്, നമുക്ക് അറിയുന്നതാണ്. ഡ്രോവർ എന്ത് ചെയ്യുന്ന? ആദ്യം സജിലക്ക് സെയിൽ ചെയ്യുന്നത്. അപ്പോൾ സജില അക്കൗണ്ട് ടു സെയിൽസ് വരുന്നു. പിന്നെ ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ടു സജില വരുന്നു. ഇനി മറ്റേ സ്റ്റെപ്പുകൾ ഫോളോ ചെയ്യാം. ഓക്കെ അല്ലേ? ക്ലിയർ. ഡേറ്റ് ക്വസ്റ്റിൽ തന്നില്ല ഓണല്ലേ? ഇല്ല, കുഴപ്പമില്ല. അപ്പോൾ ഈ ഡേറ്റിന് മുൻപായിരിക്കും ആരെ കോൾ ചെയ്തിട്ടുണ്ടാവും? സജില അന്വേഷണം വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും എനിക്ക് പൈസ തരാൻ പറ്റില്ല, അതുകൊണ്ട് എന്ത് ചെയ്യണം? നമുക്ക് ആ പഴയ ബില്ലാണ്ട് ക്യാൻസൽ ചെയ്യാം. അത് ക്യാൻസൽ ചെയ്തു. എന്താണോ ബിൽ ഡ്രോ ചെയ്ത എൻട്രി എൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉണ്ട് എഴുതി. സജില അക്കൗണ്ട് ടു ബിൽസ് 5,000.
എന്നിട്ട് പറഞ്ഞു കുറച്ച് പൈസ എൻ്റെ കയ്യിലുണ്ട്, പിന്നെ ഇൻട്രസ്റ്റ് എന്ത് ചെയ്യണം അടുത്ത പീരീഡിലേക്കുള്ളത്. അപ്പോൾ അടുത്ത പീരീഡ് അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റെപ്പ് വെച്ച് നോക്കുമ്പോൾ അടുത്ത പൈസ കിട്ടട്ടെ, അപ്പോഴല്ലേ ബാക്കി ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, എന്തായാലും നമ്മൾ ആ സ്റ്റെപ്പിൽ അങ്ങനെ എഴുതിയ കാരണം എന്ത് ചെയ്യാം, ഇപ്പോൾ ഇത് എഴുതാം സെജില. അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 5000-ൻ്റെ ചെയ്യാൻ പറ്റില്ല. 5000-ൽ എത്ര കൊടുക്കുന്നുണ്ട്, 2500 കൊടുത്ത് ബാക്കി 2500-നെ 12% 3/12 കണ്ടിട്ടാണ് എത്ര കിട്ടിയിട്ടുള്ളത്, 75 കിട്ടിയിട്ടുള്ളത്. ഓക്കെ അല്ലേ? അപ്പോൾ ഓക്കെയാണ്. അപ്പോൾ സെജിലയുടെ അക്കൗണ്ടിൽ ഇപ്പോൾ എന്തായി, ഒരു 5 കയറി, പിന്നെ 75 കയറി, അപ്പോൾ എത്രയായി, 5075 നോട്ട്. ഇനി പൈസ തരുമ്പോൾ എൻട്രി എന്താ, ക്യാഷ് അക്കൗണ്ട് അപ്ഡേറ്റ് സെജില 2500. അപ്പോൾ 5075-ന് 2500 എന്ത് ചെയ്യണം, പോകണം. കുഴപ്പമില്ലല്ലോ, ഈ എൻട്രി കുഴപ്പമില്ലല്ലോ. ക്യാഷ് അക്കൗണ്ട് അപ്ഡേറ്റ് സെജില. ഇനി പുതിയ ബില്ല് ഡ്രോ ചെയ്യുക, ബിൽസ് റിസീവബിൾ അക്കൗണ്ട് അപ്ഡേറ്റ് സെജില. അപ്പോൾ എത്ര വരിക, 2575. ഇതെങ്ങനെയാണ് വന്നുള്ളത്, 5000-ൽ 2500 ഓൾറെഡി തന്നു. അപ്പോൾ ബാക്കി എത്ര ഉണ്ട്, 2500 പ്ലസ് ഇൻട്രസ്റ്റ് എത്ര, 75 കൂടെ, അങ്ങനെ 2575. സിമ്പിളല്ലേ? ഓക്കെ. ദെൻ മെച്യൂരിറ്റി ഡേറ്റിൽ പൈസ കിട്ടുന്നത്. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് അപ്ഡർ ടു ഏതാണ്, ബിൽസ് റിസീവബിൾ. ഓക്കെ അല്ലേ? ഞാൻ പറയേണ്ടി വരുമോ, നോക്കുന്നില്ലേ, ഉറപ്പല്ലേ? നമുക്ക് ആരുടെ കയ്യിലേക്ക് പോവാം, സെജിലയിലേക്ക് പോവാം. ഓക്കെ അല്ലേ? യെസ്. പർച്ചേസ് ചെയ്യല്ലേ, ആരുടെ കയ്യിൽ നിന്ന്, അൻഷയുടെ കയ്യിൽ നിന്ന്. അപ്പോൾ എൻട്രി എന്താ, പർച്ചേസ് അക്കൗണ്ട് അപ്ഡേറ്റ് ടു അൻഷ, ബിൽസ് അൻഷ അക്കൗണ്ട് അപ്ഡേറ്റ് ടു ബിൽസ് പേബിൾ. എന്നിട്ട് എന്താ പറയുന്നത്, ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞു, സ്റ്റെപ്പ് 1. ക്യാൻസൽ ചെയ്യുമ്പോൾ എൻട്രി എന്താ, ബിൽസ് പേബിൾ അക്കൗണ്ട് അപ്ഡേറ്റ് ടു അൻഷ ഫുൾ എമൗണ്ടിന്. പിന്നെ പുതിയ പീരീഡിലേക്ക് ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ എക്സ്പെൻസ് ആണ് ആർക്ക്, സെജിലക്ക്. അപ്പോൾ എക്സ്പെൻസിനെ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യണം. 2 ആ പൈസ ആർക്ക് കൊടുക്കണം, അൻഷയ്ക്ക്. അപ്പോൾ എൻട്രി എന്താ, ഇൻട്രസ്റ്റ് അക്കൗണ്ട് അപ്ഡേറ്റ് ടു അൻഷ. ദെൻ പേയ്മെൻറ്റ് കൊടുക്കുന്ന 2500 അല്ലേ. അപ്പോൾ എന്താ, അൻഷ അക്കൗണ്ട് അപ്ഡേറ്റ് ടു ക്യാഷ്. പിന്നെ അടുത്ത് ബാക്കിയുള്ള എമൗണ്ടിന് പുതിയ ബില്ല് എന്ത് ചെയ്യുന്നു, ഡ്രോ ചെയ്യുന്നു. എന്ത് എൻട്രി, അൻഷ അക്കൗണ്ട് അപ്ഡേറ്റ് ടു ബിൽസ് പേ. ഈ കാൽക്കുലേഷൻ ഈ എമൗണ്ടൊന്നും ഞാൻ പറയണ്ടല്ലോ, ലാസ്റ്റ് പേയ്മെൻറ്റ് കൊടുക്കുന്നത് എന്താ, ബിൽസ് പേബിൾ അക്കൗണ്ട് അപ്ഡേറ്റ് ടു ക്യാഷ്. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഏത്, അത് ബാക്ക് വരാത്ത. ഓക്കെ, റിപ്പീറ്റ് ചെയ്യേണ്ടി വരുമോ, ഏതാ പറയണ്ടേ, സജില ടു ഇൻട്രസ്റ്റ്. പിന്നെ അടുത്തതിൽ പാർട്ട് പേയ്മെൻറ്റ് കിട്ടുക, പിന്നെ പുതിയ ബില്ല് എന്ത് ചെയ്യാം, ഡ്രോ ചെയ്യും. ആദ്യം കുറച്ച് പൈസ അടച്ചിട്ടാണ് പിന്നെ ബാക്കിയുള്ള എമൗണ്ടിന് എന്ത് ചെയ്യുന്നത്, ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യണം. അതെല്ലാം നമ്മൾ 4